മമ്മി മമ്മി ആ കോളേജിലേക്ക് പുറപ്പെട്ടോ? റെഡിയായ ലഞ്ച് വെച്ചായിരുന്നു, എടുത്തോ? കോളേജിന് സമയമായി, ഞാൻ പോട്ടെ. എന്നാ ശരി, നോക്കി പോണേ. ശരിയമ്മേ. സൂക്ഷിച്ച് പോയിട്ട് വരണേ. ശരിയമ്മേ. അയ്യോ, എന്റെ മോക്ക് 20 വയസ്സായി. ഇതുവരെ വയസ്സറിയിച്ചിട്ടില്ല. ദിവസവും ഇത് ഓർത്തോർത്ത് എനിക്ക് ഒരേ ടെൻഷനായിട്ടുണ്ട്. ഇതിനെന്താ ഒരു വഴി കാണുന്നതെന്ന് അറിയില്ലല്ലോ. ഓം ഓം ഓം. സ്വാമിജി, മംഗളം ഭവന്തു. ഒന്ന് നിക്കണേ, ഞാൻ അകത്തുപോയി കാശെടുത്തോണ്ട് വരാം. വേണ്ട മകളെ, ആ ആ നീ ഏതോ ഒരു മനോവിഷമത്തിലാണ് ഉള്ളതെന്ന് എനിക്ക് എന്റെ സ്വാമിജി കാണിച്ചു തരുന്നു. അതെ സ്വാമി, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ദൈവം എന്റെ ജീവിതത്തിൽ സന്തോഷം തന്നെ തന്നിട്ടില്ല. അവിടുന്ന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. നിന്റെ വിഷമം മാറ്റാനാണ് ഞാനിപ്പോൾ വന്നത് മകളെ. നിന്റെ വിഷമം എന്താണെന്ന് നീ എന്നോട് പറയൂ. പറയാം സ്വാമി, ഞാൻ എല്ലാ കാര്യവും വിശദമായി പറയാം. ആദ്യം അകത്തേക്കിരിക്കൂ സ്വാമി. നിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയും മകളെ. ഞാൻ എന്തു പറയാനാ സ്വാമി, എന്റെ ജീവിതം തന്നെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല സ്വാമി. എന്റെ ഭർത്താവാണെങ്കിൽ അമേരിക്കയിലാണ്. ഇവിടെ ഞാനും എന്റെ മകളും മാത്രമാണുള്ളത്. അവക്ക് 20 വയസ്സായി, എന്നാലും അവൾ ഇതുവരെ വയസ്സറിയിച്ചിട്ടില്ല സ്വാമി. ഇതിനെന്താ ചെയ്യേണ്ട, ആരെയാ കാണേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സ്വാമി. ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഇരുന്ന് ചെയ്തു തരണേ സ്വാമി. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മകളെ. ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നോക്കി പറഞ്ഞുതരാം. നിങ്ങളുടെ മകൾക്ക് ഒരു ശാപമേറ്റിട്ടുണ്ട്. അവൾക്ക് ശാപവിമുക്തി ലഭിക്കണമെങ്കിൽ ഒരു 3 ദിവസം ഞാനിവിടെ പൂജ നടത്തണം. ശരി സ്വാമി, തീർച്ചയായിട്ടും ചെയ്യാം. ഈ 3 ദിവസത്തെ പൂജ നല്ല രീതിയിൽ നടന്നതിന് ശേഷം ഏറ്റവും അടുത്തു വരുന്ന മുഹൂർത്ത നാളിൽ നിങ്ങളുടെ മകൾ വയസ്സറിയിക്കുന്നതായിരിക്കും. ഇത് സത്യം. ഒരുപക്ഷെ ഈ പൂജ നിങ്ങൾ നടത്താതിരുന്നാൽ ഈ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ മകൾ വയസ്സറിയിക്കാതെ പോകുന്നതായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ സ്വാമി. എത്ര ചെലവായാലും സാരമില്ല, എങ്ങനെങ്കിലും ഈ പൂജ ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യാം മകളെ. ഈ പൂജ നടക്കുന്ന 3 ദിവസവും ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയേണ്ടതുണ്ട്. ഈ പൂജ നിങ്ങളുടെ മകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിനക്കും കൂടി വേണ്ടിയാണ് ചെയ്യുന്നത്. ശരി സ്വാമി, രണ്ടാക്കും വേണ്ടി ചെയ്തോളൂ. പൂജയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ ഒരുക്കിയേക്കാം സ്വാമി. ഉടനെ തന്നെ പൂജ ആരംഭിച്ചേക്കു സ്വാമി. നിങ്ങളുടെ ഈ 3 ദിവസത്തെ പൂജയ്ക്ക് വേണ്ടി ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട്, വളരെ ശുദ്ധിയും വൃത്തിയും അത്യാവശ്യമായതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു പ്രത്യേക മുറി ഏർപ്പാട് ചെയ്യണം. റൂമുണ്ട് സ്വാമി, വരൂ, കാണിച്ചു തരാം. ഓം ഓം. വരൂ സ്വാമി, ഇതാണ് ആ റൂം. പൂജ എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞോളൂ മകളെ. ഇന്ന് തന്നെ പൂജ ആരംഭിക്കാം സ്വാമി. ശരി, പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നീ ഏർപ്പാട് ചെയ്യും മകളെ. ഏർപ്പാടാക്കാം സ്വാമി. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരാമോ? പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എഴുതി തരാം. ഇതിലെഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നീ ഇപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്കിന്ന് തന്നെ ആ പൂജ തുടങ്ങിയേക്കാം. എന്നാ ശരി സ്വാമി, ഞാൻ പോയി ഇപ്പൊ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം.
ശരി മകളെ, പൊയ്ക്കോളൂ. അങ്ങനെ ഒരു വിധത്തിൽ ഈ വീടിനകത്ത് കയറിക്കൂടി. ഒരു 3 ദിവസത്തേക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സുഖമായി. ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഒരു നല്ല എമൗണ്ടും കൂടി അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു മാസത്തിൽ 10 വീട്ടിൽ കയറി കൂടിയാൽ മതി. അങ്ങനെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. സ്വാമി, താങ്കൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരട്ടെ? അല്പനേരം കഴിഞ്ഞ് ഞാൻ തന്നെ പറയാം മകളെ. ശരി, നീ ഇരിക്കേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ സ്വാമി. നിന്റെ ഭർത്താവ് വിദേശ രാജ്യത്ത് പോയിട്ട് എത്ര വർഷങ്ങളായിരിക്കുന്നു? അതിപ്പോ ഏകദേശം 20 വർഷത്തോളമായി സ്വാമി. ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും 10 ദിവസം ഇവിടെ വന്ന് താമസിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനും എന്റെ മകളും മാത്രമാ ഉള്ളത്. അങ്ങനെയാണോ? നിന്റെ മകൾ കിടക്കുന്ന ആ മുറി എനിക്കൊന്ന് കാണിച്ചു തരൂ. എനിക്കതൊന്ന് കാണണം. അതിനെന്താ, കാണിക്കാലോ സ്വാമി, വരൂ. വരൂ സ്വാമി. ഇതാണ് എന്റെ മകളുടെ റൂം. ഞാനും അവളും കൂടി ഇവിടെയാണ് ഉറങ്ങാറ്. ശരി. 2 ദിവസത്തെ പൂജ ഇവിടുത്തെ ആ ഹാളിനകത്താണ് ചെയ്യേണ്ടത്. 3-ാമത്തെ ദിവസത്തെ പൂജ നിന്റെ മകൾ കിടക്കുന്ന ഈ മുറിയിലാണ് ചെയ്യേണ്ടത്. ആയിക്കോട്ടെ സ്വാമി. ഈ 3 ദിവസത്തെ പൂജ അവസാനിച്ചതിന് ശേഷം നിങ്ങളുടെ മകൾ കേട്ടിരിക്കുന്ന ശാപം മാറി ഒരു സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റും. ആയിക്കോട്ടെ സ്വാമി. നിന്റെ മകളുടെ ജീവിതവും സന്തോഷകരമായി മാറും. നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ മോൾ വയസ്സും അറിയിക്കും. ആയിക്കോട്ടെ സ്വാമി. താങ്കൾ എന്തു പറയുന്നു അതുപോലെ ആവാം സ്വാമി. ശരി, നീ പോയി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ. ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്താ ഇത്? ഈ പെണ്ണ് ഏത് സെന്റാണ് യൂസ് ചെയ്യുന്ന അറിയില്ലല്ലോ. ബെഡിൽ തന്നെ നല്ല മണമാണല്ലോ. അപ്പോ ആ പെണ്ണിനോ? വരൂ സ്വാമി. വൈകുന്നേരം നമുക്ക് പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും നീ ചെയ്തു കഴിഞ്ഞു? ചെയ്തു സ്വാമി. ഇരിക്കും മകളെ. വന്നല്ലോ. ഇതാണ് എന്റെ മകൾ ബൃന്ദ. സ്വാമിയെ നീ നമസ്കരിക്കും. നമസ്കാരം സ്വാമി. ശുഭവസ്തു. എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും മകളെ. നീ നിന്റെ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റ്. ഞാൻ അപ്പോഴേക്കും നിന്നോട് വന്ന് സംസാരിക്കാം. നീ ഒട്ടും വിഷമിക്കേണ്ട മകളെ. ഈ പൂജ അവസാനിച്ചതിന് ശേഷം നിന്റെ മകൾക്ക് എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കും. താങ്കൾ പറയുന്ന പോലെ നടന്നാൽ വളരെ സന്തോഷം ഉണ്ടാവും. ഞാൻ ഇത്രയും ചെയ്യുന്നത് അവളുടെ ഭാവിയിലേക്ക് വേണ്ടിയാ. നിന്റെ മകൾക്ക് നല്ലൊരു ഭാവികാലമുണ്ട്. നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ശരി, ഞാൻ എന്റെ മുറിയിൽ പോയി അല്പം വിശ്രമിക്കട്ടെ. സായാഹ്നത്തിൽ നമുക്ക് പൂജ ആരംഭിക്കാം. മകളോട് നല്ല കുളിച്ച് വൃത്തിയായി പൂജയ്ക്കിരിക്കാൻ പറയണം. ശരി. അതുപോലെ നീയും പോയി തല നനച്ചിട്ട് വരൂ. ആയിക്കോട്ടെ സ്വാമി. എന്താ ബൃന്ദമോളെ ചെയ്യുന്നത്? ആരാമ്മേ അത്? ആരാ സ്വാമിജി? നിനക്കു വേണ്ടി ഒരു പൂജ ചെയ്യാനായി ഞാൻ വിളിച്ചു വരുത്തിയതാ. എന്താമ്മേ പൂജമന്ത്രോന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ? നിനക്കിപ്പോ 20 വയസ്സായി. ഇതുവരെ നീ മെച്ചൂർഡായിട്ടില്ലല്ലോ. അദ്ദേഹം 3 ദിവസം പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ 48 ദിവസത്തിനുള്ളിൽ നീ മെച്ചൂർഡാവൂന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ ആ സ്വാമിജിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്ത്? ആ സ്വാമിജി പൂജ ചെയ്താൽ 48 ദിവസത്തിൽ മെച്ചൂർഡാകുമെന്നോ? ഇക്കാലത്ത് നിങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണമ്മേ? നിനക്കൊന്നും അറിയില്ല ബൃന്ദ. നീ ആദ്യം എതിർത്ത് സംസാരിക്കുന്നത് നിർത്ത്. ഏതാ നല്ലത് ഏതാ ചീത്തതെന്ന് എനിക്കറിയില്ലേ. എന്തു പറഞ്ഞാലും എതിർത്ത് സംസാരിക്കുന്നു. ഇനി നീ ഒന്നും പറയണ്ട. വൈകുന്നേരം പൂജയുണ്ട്. കുളിച്ച് റെഡിയായി പൂജയിലിരിക്കണം. റെഡിയായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾ അച്ഛനോട് സംസാരിച്ചോ അമ്മേ? ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛന്റെ അടുത്ത് ഏത് കാര്യം എപ്പോ പറയണമെന്ന് എനിക്കറിയാം. നീ റെസ്റ്റ് എടുക്ക്.
ഹലോ. ഹലോ, ചേട്ടന് സുഖല്ലേ അവിടെ? ആ, എനിക്ക് സുഖാണ്. നീ എന്തിനാ വിളിച്ചേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? അതായത് നമ്മുടെ ബൃന്ദ ഇതുവരെ മെച്ചൂർഡായിട്ടില്ലല്ലോ. ഉം. അതിനുവേണ്ടി പൂജ ചെയ്യാനായിട്ട് ഒരു സ്വാമീനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സ്വാമിജി വന്നിരിക്കുന്നോ? നീ എന്താ പറയുന്നേ? ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം. ആ സ്വാമിജി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു 3 ദിവസം പൂജ ചെയ്താൽ അടുത്ത 48 ദിവസത്തിനുള്ളിൽ നമ്മുടെ മോള് മെച്ചൂർഡാവുന്നു പറഞ്ഞു. അങ്ങനെയാണോ? അതുകൊണ്ടാ ഞാൻ ആ സ്വാമിജിയെ വിളിച്ചു വരുത്തിയത്. ഇന്നാണ് ആദ്യത്തെ പൂജ ചെയ്യാൻ പോകുന്നത്. ഉം, ഉം. ആ കാര്യം നിങ്ങളോട് പറയാനാ ഞാൻ വിളിച്ചത്. ഉം, ശരി ശരി. നീ വിചാരിച്ച പോലെ തന്നെ എല്ലാം നല്ലോണം നടക്കട്ടെ. നമ്മുടെ മോൾക്ക് നല്ലത് നടക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ? സ്വാമിജി എന്തൊക്കെ ചോദിക്കുന്നോ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തെ നല്ലോണം നോക്കിക്കോ. എന്താ, മനസ്സിലായോ? ആ ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ പൂജയ്ക്ക് റെഡിയാവണം. ഫോൺ വെക്കട്ടെ? ആ ആ, ശരി 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 ശരി. ഞാനും അല്പം തിരക്കിലാണ്. ഞാനും ആ പോയി നോക്കട്ടെ. ആയിക്കോട്ടെ. ഞാൻ നിനക്ക് പിന്നെ വിളിക്കാട്ടോ. ആ ശരി എന്നാ. ഹായ്, ഹലോ. എന്താടാ എന്ത് ചെയ്യാ നീ? ഒന്നുമല്ലടി, വെറുതെ ഇരിക്കുക. എന്താ കാര്യം, പറയ്. കോളേജിൽ നിന്ന് തിരിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് ഞാൻ ഷോക്കായി പോയി. എന്താ ഷോക്കാവുന്നതിന് എന്താ സംഭവിച്ചേ? എന്റെ വീട്ടിലേക്ക് ഒരു സ്വാമിജി വന്നിട്ടുണ്ടടാ. എന്ത്? ഞാൻ ഇതുവരെ ഏജ് അറ്റൻഡ് ചെയ്തില്ലല്ലോ. അതിനെന്തോ 3 ദിവസം പൂജ ചെയ്താൽ ശരിയാകുമെന്ന് മമ്മിയോട് ആ സ്വാമിജി പറഞ്ഞിരിക്കുന്നു. 3 ദിവസം പൂജ അറ്റൻഡ് ചെയ്താൽ ഞാൻ പ്രായമാകുമെന്ന് പറയുന്നു. എടി, പൂജ ചെയ്താലേ ഏജ് അട്ടനാവോ? ഇത് എന്തൊരു മണ്ടത്തരാണ്. ഡാ, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലടാ. ഇതൊക്കെ അമ്മയുടെ ഏർപ്പാടാ. ശരി, അതിന് നീ എന്താ പറഞ്ഞേ? ഞാനോ? ഞാൻ ശരിയെന്നല്ലേ പറയാൻ പറ്റൂ. എന്താ വേണ്ടെന്ന് പറഞ്ഞൂടെ? എന്തിനാ ഞാൻ പൂജ വേണ്ടെന്ന് പറയേണ്ടത്? ഒരുപക്ഷെ പൂജ ചെയ്ത് ഏജ് അറ്റൻഡ് ചെയ്താൽ നല്ലതല്ലേ? എല്ലാം നല്ലത് തന്നെയാണ്. അങ്ങനെയില്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? അതുമല്ലാതെ ആ സ്വാമിജി നല്ല സ്വാമിയാണോ എല്ലാം മോശമാണോ എന്ന് ആർക്കറിയാം? ചിലപ്പോൾ ഈ വാർത്തയിലൊക്കെ പറയുന്നത് പോലെ തെറ്റായ ആളാണെങ്കിലോ? ഡാ, നീ എന്താടാ എന്തൊക്കെയാ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അതുപോലെയൊക്കെ ഒന്നും കാണില്ല. നീ നിന്റെ ജോലി നോക്ക്. ശരി, വിട്ടേക്ക്. ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിന്റെ ഇഷ്ടം. ശരിടാ, ഞാൻ കുളിക്കാൻ പോവുകയാ. ആൾറെഡി ലേറ്റായി. കുളിച്ച് റെഡിയായിട്ട് പൂജയിലേക്ക് വരാനേ അമ്മ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. പൂജ കഴിഞ്ഞതിന് ശേഷേ രാത്രി എനിക്ക് വിളിക്കുക കേട്ടോ. അങ്ങനെ അങ്ങേര് പൂജയിൽ എന്തൊക്കെയാ ചെയ്തെന്ന് എന്നോട് മറക്കാതെ പറയണം കേട്ടോ. ശരിയടാ, തീർച്ചയായും പറയാം. ശരി, ഞാനിപ്പോ ഫോൺ വെക്കട്ടെ. ബൈ. ആ, ബൈ. ഓം ഗ്രീം ഓം ക്ലീം. ഓം ഹും ബാക. ഓം ഓം ക്രീം. ബുഷ് ബുഷ്. ശരി മകളെ, ഇനി നിങ്ങൾ രണ്ടുപേരും കണ്ണു തുറന്നോളൂ. ഇന്നത്തെ പൂജ ദാ ഇത് നെറ്റി ചേർത്തിക്കോളൂ. നല്ല രീതിയിൽ അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ നമുക്ക് വീണ്ടും പൂജ തുടങ്ങണം. നീ ആയിക്കോട്ടെ നിന്റെ സ്വാമി. മുറിയിലേക്ക് പൊയ്ക്കോളൂ മകളെ. ഉം, ആ സ്വാമി ആ പ്രസാദം. ഒന്ന് നിൽക്കൂ. ഇത് ഉം. പൂജയിൽ നേദിച്ച പഴമാണ്. ഇത് നീ കഴിച്ചോളൂ. ഉം. മറക്കാതെ കഴിക്കണം കേട്ടോ. കഴിക്കാം സ്വാമിജി. ഉം. ഉം. ഇത് നീ കഴിച്ചാലേ പൂജയുടെ മുഴുവൻ ഫലവും നിനക്ക് ലഭിക്കും. ശരി ഇനി നീ സ്വാമിജി. പൊയ്ക്കോളൂ. ആ, ആ. നീ ഇവിടെ തന്നെ ഇരിക്കൂ. ഈ പഴം നീ കഴിച്ചോളൂ മകളെ. ഉം, ഇത് മറക്കാതെ കഴിക്കണം കേട്ടോ. ശരി. ഇന്നത്തെ പൂജ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു മകളെ. വളരെ സന്തോഷം സ്വാമി. നാളത്തെ പൂജ രാവിലെ തന്നെ നമുക്ക് ആരംഭിക്കാം. എന്താ? ആരംഭിക്കാം സ്വാമി. അപ്പോ ശരി. ഉം. ഇനി നിനക്ക് പോകാം മകളെ. ഹ. ഓം. സ്വാമി. വരൂ മകളെ, വന്നിവിടെ ഇരിക്കൂ. ഉം. വിളിച്ചായിരുന്നോ സ്വാമി? ഇന്നലെ പൂജ നടത്തിയ കാര്യം നിന്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു സ്വാമി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അതിനൊന്നും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു.
ഓ, അങ്ങനെയാണ് പറഞ്ഞത്. ശരി, നിന്റെ മകൾ എവിടെ പോയിരിക്കുകയാണ്? അവള് കോളേജിൽ പോയി സ്വാമി. ഓ, കോളേജിൽ പോയിരിക്കുകയാണോ? നാളെ അവളെ ഒരു കാരണവശാലും കോളേജിൽ വിടരുത്. എന്താ സ്വാമി? അതെന്താണെന്ന് വെച്ചാൽ നാളെ 3-ാമത്തെ ദിവസം അവസാന പൂജയല്ലേ? ആ അതെ. ഇപ്പോ അവളുടെ മേൽ ഒരു ശക്തി വന്നിട്ടുണ്ട്. അങ്ങനെയാണോ? അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ശരി സ്വാമി, ഞാൻ അവളെ പറഞ്ഞയക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിരിക്കാൻ പറഞ്ഞത്. ശരി സ്വാമി, ഞാൻ അവളോട് ലീവ് എടുക്കാൻ പറയാം. ശരി മകളെ. ഹാ, ഉം. എന്താ സ്വാമി എന്നെ വല്ലാതെ നോക്കുന്നത്? ആ, അതൊന്നുമില്ല. നിന്റെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നു. ഓ, ആഹാ. ദീപാ, ദീപാ. വിളിച്ചായിരുന്നോ സ്വാമി? വിളിച്ചു മകളെ. പറയൂ സ്വാമി. എനിക്ക് കുടിക്കാനായി അല്പം പാൽ തരാമോ? ആ, കൊണ്ടുവരാൻ സ്വാമി. രാത്രിയിൽ പാല് കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം തീരെ വരില്ല മകളെ. പാൽ കുടിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനമായി രാത്രി ഉറങ്ങാൻ പറ്റൂ. അങ്ങനെയാണോ? ഞാൻ ഇപ്പൊ ആ, കൊണ്ടുവരാം. ശരി. ശരി, ഞാൻ എന്റെ റൂമിലേക്ക് പോവാം. അല്ലാതെ എന്റെ കൂടെ ഇവിടെ ഇരിക്കാൻ പോവുകയാണോ? എന്താ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത്? തെറ്റിദ്ധരിക്കില്ല മകളെ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ്. ആ? എന്ത് ചെയ്യാനാ, ട്യൂബ്ലെറ്റ് ആയി പോയി. ആ, ആ, ഉം. ഹലോ, ഹലോ, പറയടാ. ഇന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞതിന് ശേഷേ നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യില്ല ഒരു സ്ഥലം. അവിടെ നിന്ന് മീറ്റ് ചെയ്താലോ? ഇന്നെന്നെ കൊണ്ട് വരാൻ പറ്റില്ലടാ. എന്തു പറ്റി? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിൽ പൂജയുണ്ടെന്ന്. പൂജ കഴിയുന്നത് വരെ എവിടെയും പുറത്തു പോകാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കയാ. ആ, അങ്ങനെയാണോ? ഉം. അതിരിക്കട്ടെ, പൂജയ്ക്ക് എങ്ങനെ പോകുന്നുണ്ട്? ആ, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ശരി ശരി, നീ വന്നാ നിന്നെ കാണാന്ന് വിചാരിച്ചു. ശരി, നീ പൂജയുണ്ടെന്ന് പറഞ്ഞില്ലേ. ശരി, അടുത്ത ആഴ്ച കാണാം. ശരിയടാ, കാണാം. ആ, ശരി, ഓക്കെ, ബൈ. ഓം ശ്ശ്, ശ്ശ്, ശ്ശ്. ആ, എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു മകളെ. രണ്ടുപേരും ഇപ്പോ കണ്ണു തുറന്ന് നോക്കിക്കോളൂ. നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മാറിയിരിക്കുന്നു. ഉം. ഉം. ഇതാ മകളെ, വാങ്ങിച്ചോളൂ. ഉം. കഴിച്ചോളൂ. ഇനി മുതൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉം. നന്നായി വരും. മനസ്സിലായോ? ഉം. ശരി, എഴുന്നേറ്റുള്ളൂ. ശരി സ്വാമി. ആ. ഇവളെന്താ ചിരിക്കുന്നത്? വരൂ മകളെ, വരൂ, വന്നിരിക്കൂ. ഉം. നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ നിന്നോടൊരു ഉം. കാര്യം ചോദിക്കട്ടെ? ആ, സാരമില്ല, ചോദിക്കൂ. നിന്റെ ഭർത്താവ് വിദേശത്ത് പോയിട്ട് എത്ര വർഷമായെന്നാ പറഞ്ഞത്? 20 വർഷത്തില് മേലെയായി. കല്യാണം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഫോറിനിൽ ജോലി കിട്ടിപ്പോയി. ഏകദേശം 20 വർഷത്തോളായി അവിടെയാ ഉള്ളത് സ്വാമി. ഇനിയും 5-6 വർഷം കഴിഞ്ഞേ വരൂന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ സ്വാമി, വർഷത്തില് 15 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ബാക്കി ദിവസങ്ങളൊക്കെ അവിടെയാ. ഓ, അങ്ങനെയാണോ? 20 വർഷമായിട്ട് ഒരു പെണ്ണായി നീ ഇങ്ങനെ തനിച്ച് എങ്ങനെ ജീവിക്കുന്നു? ഇത് വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയായി തോന്നില്ലേ? ഈ വക കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കേ അതിന്റെ വേദന അറിയൂ സ്വാമി. ഇനിയും ബാക്കിയുള്ള ജീവിതം എന്റെ മോളോടൊപ്പം തന്നെ കഴിക്കാന്നാ വിചാരിക്കുന്നു. അവളുടെ സന്തോഷം നോക്കിക്കൊണ്ട് അവൾക്കു വേണ്ടി മാത്രം ജീവിക്കാന്നാ വിചാരിക്കുന്നു സ്വാമി. ഞാൻ വിചാരിച്ച വേറെ എന്തു ചെയ്യാൻ പറ്റും സ്വാമി? എനിക്കും മംഗല്യയോഗ ഇല്ല മകളെ. അതുകൊണ്ടാണ് ഞാനൊരു സ്വാമിയായി മാറിയത്. അയ്യോ, അങ്ങനെയാണോ? അതെ മകളെ. പക്ഷേ തനിച്ചുള്ള ഈ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതല്ലേ? അതേ സ്വാമി, അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ ഒരു ആശ്രമം ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ? അത് ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിന്നെ വിളിക്കാം. നീ അവിടേക്ക് വരുമോ? എന്നെക്കൊണ്ട് വരാൻ പറ്റില്ല സ്വാമി. എന്റെ ഫാമിലി എന്റെ മോളെയും വിട്ടിട്ട് എന്നെക്കൊണ്ട് എവിടേക്കും വരാൻ പറ്റില്ല സ്വാമി. അയ്യോ, ഇതിനടുത്ത് പരിപ്പ് വേവില്ലെന്ന് തോന്നല്ലോ. ഇവളാള് വിളഞ്ഞു വിത്ത. ഒരു ചീട്ട് അങ്ങോട്ട് ഇറക്കുമ്പം അവൾ തുറുപ്പുകളാണല്ലോ ഇങ്ങോട്ട് ഇറക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് സെറ്റാക്കണം. എന്താ ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപക്ഷെ ഞാൻ നേരിട്ട് പറയാത്തോണ്ടാണോ ഈ ട്യൂബ്ലൈറ്റിന് മനസ്സിലാവാത്തത്? അഥവാ നേരിട്ട് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമായാൽ കിട്ടാൻ പോകുന്ന കാശും ഇല്ലാതായി പോകും. ആവശ്യമില്ലാത്ത പണിക്ക് പോകാതെ കിട്ടുന്ന കാശ് മേടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാ നല്ലത്.
എന്നാ ശരി സ്വാമി, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. ഞാൻ പോയി കുറച്ചുനേരം റെസ്റ്റ് എടുക്കട്ടെ. ആ ശരി മകളെ, നീ പോയി ഉറങ്ങിക്കോളൂ. ഉം. ആ, എന്താ സ്വാമി ഈ നേരത്ത് ഞങ്ങളുടെ റൂമിൽ വന്നിരിക്കുന്നത്? അതൊന്നുമില്ല മകളെ, ഇന്ന് ഈ റൂമിലല്ലേ പൂജ ചെയ്യേണ്ടത്. പൂജ ചെയ്യാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ച് വന്നതാണ് ഞാൻ. നിങ്ങൾ കിടന്നോളൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ തന്നെ നോക്കിയിട്ട് പൊയ്ക്കോളാം. ഉം. സ്വാമി, പൂജയുടെ സാധനങ്ങൾ വാങ്ങാൻ ഞാനൊന്ന് കടയ്ക്ക് പോയിട്ട് വരാം സ്വാമി. കുഴപ്പമില്ലല്ലോ? ആ ശരി മകളെ, പോയിട്ട് ആ വരൂ. ആയിക്കോട്ടെ. ബൃന്ദ, ഉം? ബൃന്ദ, ബൃന്ദ. ആ വരാം സ്വാമിജി. എന്താ സ്വാമിജി, എന്നെ വിളിച്ചോ? ഇവിടെ ഇരിക്കും മകളെ. ഉം. ആ, ഞാൻ കുറെ നേരമായി വിളിക്കുന്നുണ്ടല്ലോ, നീ അകത്ത് എന്തെടുക്കുകയായിരുന്നു? ഒന്നുമില്ല, വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ അങ്ങനെയാണോ? ഞാനിവിടെ വന്ന് ഇത്രയും ദിവസമായിട്ട് നീ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ, എന്തു പറ്റി? അങ്ങനെയൊന്നും ഇല്ലല്ലോ സ്വാമിജി. ആരെയെങ്കിലും നീ പ്രേമിക്കുന്നുണ്ടോ മകളെ? ആ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ലവൊന്നും ഇഷ്ടമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. അവനെ തന്നെ കല്യാണം കഴിക്കാനായിട്ട് ഞാനൊരു പൂജ ചെയ്തു തരാം. അങ്ങനെയൊക്കെ ഒന്നുമില്ല സ്വാമിജി. നീ എന്റെ അടുത്ത് കള്ളം പറയാണ് മകളെ, നീ ഒരു പയ്യനെ പ്രേമിക്കുന്നുണ്ട്. അക്കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞത്? സന്യാസി എന്ന് പറഞ്ഞാ നീ എന്താ വിചാരിച്ചിരുന്നത്? ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. ഉം, ഉം. ആ പയ്യൻ നിന്റെ പുറകെ കറങ്ങുന്ന രീതിയിൽ ഞാൻ പൂജ ചെയ്തു തരട്ടെ? ഒന്നും വേണ്ട സ്വാമിജി, ആൾറെഡി ഞങ്ങളുടെ സ്നേഹം നല്ല സ്മൂത്തായിട്ടാ പോകുന്നത്. ഈ കാര്യത്തെപ്പറ്റി നീ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അവർക്കൊന്നും അറിയില്ല സ്വാമിജി. ഞാൻ വേണമെങ്കിൽ നിന്റെ അമ്മയോട് പറയട്ടെ? ഇപ്പൊ പറയണ്ട സ്വാമിജി, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ജോലിയിൽ കയറിയതിനു ശേഷം പറയാമെന്നിരിക്കുക. നിന്റെ വീട്ടില് ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നോട് പറയൂ മകളെ, നിങ്ങളുടെ രണ്ടുപേരും കല്യാണം ഞാൻ നടത്തി തരാം. ശരി സ്വാമിജി, അതൊക്കെ നടക്കുമ്പോ നോക്കാം. എനിക്ക് പഠിക്കാൻ ഒരുപാട് ലെസൺ ഉണ്ട്, ഞാൻ ചെന്ന് പഠിക്കട്ടെ. ആ ശരി മകളെ, നീ പോയി പഠിച്ചോളൂ. ശരി സ്വാമിജി. ഉറങ്ങിയില്ലായിരുന്നോ സ്വാമി? ഇല്ല, വരൂ, വന്നിരിക്കൂ. പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചോ? ആ എല്ലാം ഒരുക്കി വെച്ചു സ്വാമി. ശരി, വൈകുന്നേരം ചെയ്യാൻ പോകുന്ന പൂജ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പൂജയ്ക്ക് ശേഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി ജീവിതം സന്തോഷമായി തീരും. ആയിക്കോട്ടെ സ്വാമി. ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നടക്കും. വളരെ സന്തോഷം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇന്നത്തെ പൂജയ്ക്ക് നിങ്ങള് ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്തു ചെയ്യുകയാ? വൈകുന്നേരത്തെ പൂജയില്ലേ, അതിനെപ്പറ്റി സ്വാമിജിയോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ശരി, എനിക്കൊരു കപ്പ് കോഫി കുടിക്കണം പോലെയുണ്ട്, ഒന്ന് വന്ന് ഇട്ടു തരുമോ? അതിനെന്താ, ഞാൻ ഉണ്ടാക്കിത്തരാം. ശരി. എന്നാ ശരി സ്വാമി, ഞാൻ അവക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കട്ടെ. കുറച്ച് റെസ്റ്റ് എടുത്തോളൂ സ്വാമി. വൈകുന്നേരം പൂജയുണ്ടല്ലോ, അപ്പ കാണാം സ്വാമി. ശരി, നീ പൊയ്ക്കോളൂ മകളെ. രണ്ടുപേരും ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചോളൂ. ബുഷ് ബുഷ് ബുഷ്. ഇനി കണ്ണു തുറന്നോളൂ. ഇതങ്ങോട്ട് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. ഈ നാരങ്ങ നിങ്ങൾ കിടക്കുന്ന തലയണടിയിൽ വെച്ചേക്കണം. എല്ലാ കാര്യങ്ങളും ശരിയാകും. ഇന്നത്തോടെ നമ്മൾ നടത്തിയ പൂജയുടെ അവസാനമായിരുന്നു. എല്ലാം ശുഭമായി തന്നെ അവസാനിച്ചു. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി ജീവിതത്തിലേക്ക് സന്തോഷം വരും. ഞാൻ പറഞ്ഞതുപോലെ
നിങ്ങളുടെ മകൾ 48 ദിവസത്തിനുള്ളിൽ വയസ്സറിയിച്ചിരിക്കും. വളരെ സന്തോഷം സ്വാമി. ശരി മകളെ, നിങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് പൊയ്ക്കോളൂ. ഇന്നത്തോടെ നമ്മൾ നടത്തിയ ആ 3 ദിവസത്തെ പൂജ ശുഭപര്യവസാനിയായി തീർന്നിരിക്കുകയാണ്. എനിക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. താങ്കൾ ചെയ്ത പൂജയ്ക്കുള്ള ദക്ഷിണയാണ് സ്വാമി, വാങ്ങിക്കോളൂ. ഞാൻ ചെയ്ത പൂജ നിങ്ങൾക്ക് തൃപ്തിയായി തോന്നിയോ മകളെ? ആ, വളരെ തൃപ്തിയായിരുന്നു സ്വാമി. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും മകളെ. എല്ലാ അങ്ങയുടെ അനുഗ്രഹം സ്വാമി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ആ, സൂക്ഷിച്ചു പോയിട്ട് ശരി വരൂ. സ്വാമി. നീ പോയി റെസ്റ്റ് എടുത്തോ മോളെ. ആ ശരിയമ്മേ. ആ പറയ്. അതാന്നേ, നമ്മുടെ മകൾക്ക് വേണ്ടി അന്ന് പൂജ ചെയ്തായിരുന്നില്ലേ? ഇന്നത്തോടുകൂടി ആ പൂജ അവസാനിച്ചു. ആ ഇപ്പോഴാണ് ആ സ്വാമി പുറപ്പെട്ടു പോയത്. ശരി. നമ്മുടെ മോള് തീർച്ചയായും മെച്ചൂർഡാവൂന്ന് പറഞ്ഞു. ശരി, നല്ലത് നടന്നാ ശരി. എനിക്ക് ഈ പൂജയും കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസവുമില്ല. നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പൂജയ്ക്ക് എന്നെ ഓക്കെ പറഞ്ഞത്. നമ്മുടെ മോളുടെ ജീവിത പ്രശ്നമല്ലെന്നേ. ശരി, നീ എല്ലാം നോക്കിക്കോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ നിനക്ക് നാളെ വിളിക്കാട്ടോ. എന്നാ ശരി, നിങ്ങൾ ജോലി നോക്കിക്കോ, ഞാൻ പിന്നെ ശരി വിളിക്കാം. ശരി. എല്ലാ പെൺകുട്ടികളെപ്പോലെയും എന്റെ മോളും വേഗം വയസ്സറിയിക്കുന്നു വിചാരിച്ചു. എന്നാൽ 20 വയസ്സായിട്ട് ഇതുവരെ വയസ്സറിയിച്ചില്ല. ഈ പൂജ ചെയ്തതിന് ശേഷമെങ്കിലും വന്നാൽ മതിയായിരുന്നു. അവൾക്ക് വേണ്ടി ഫംഗ്ഷനൊക്കെ വെക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്തു ചെയ്യാനാ, ഇനി ഇവിടുന്ന് അങ്ങടെങ്കിലും നല്ലത് നടന്നാൽ മതിയായിരുന്നു.